ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു അമല് നമ്മളെ കുടുംബത്തിൽ നമുക്ക് വേണ്ടപ്പെട്ടവരിലൊക്കെ നമ്മൾ പറയാറുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇപ്പോൾ നമ്മളിവിടെ ആളുകൾ ചികിത്സക്കൊക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഉമ്മമാർ, ഭാര്യമാർ അല്ലെങ്കിൽ ഭർത്താക്കന്മാരൊക്കെ പറയുന്ന ഒരു പ്രധാന പ്രശ്നമാണ്, ഉസ്താദേ എൻ്റെ മകന് സിഹ്റ് ബാധിച്ചിട്ടുണ്ട്, പക്ഷേ അവനിതിൽ വിശ്വാസമല്ല. ഒരുപാട് ആളുകൾ പറയാറുണ്ട്. അല്ലെങ്കിൽ ഭാര്യമാർ വരുമ്പോൾ പറയും, ഉസ്താദേ എൻ്റെ ഭർത്താവിന് സിഹ്റ് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്, പക്ഷേ എൻ്റെ ഭർത്താവിന് ഇതിൽ വിശ്വാസമല്ല, എന്ത് ചെയ്യും? പല ആളുകളും ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഭർത്താക്കന്മാർ വരും, ഉസ്താദേ എൻ്റെ ഭാര്യയ്ക്ക് ഇതിൽ തീരെ വിശ്വാസമല്ല, പക്ഷേ സംഭവം കണ്ണേറാണ്, അല്ലെങ്കിൽ സംഭവം സിഹറാണ്, എന്താണ് ചെയ്യുക എന്ന് ചോദിച്ച് വരാറുണ്ട്. ഒട്ടുമിക്ക ആൾക്കാരും നമ്മൾ ഈ രോഗിയില്ലാതെ രോഗിയെ ചികിത്സിക്കുന്നത് പോലെയാണ് ആളില്ലാതെ ഇത്തരം ആളുകൾക്ക് ചികിത്സ ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക്കാണ്. അപ്പോൾ പല ആളുകളും പല ഉസ്താദുമാരുടെ അടുത്ത് പോകുമ്പോഴും ചില ആളുകൾ പറയാറുണ്ട്, ആള് ഉണ്ടാവുമ്പോൾ ചെയ്യലാണ് ഏറ്റവും നല്ലത്. എന്തെങ്കിലുമൊക്കെ വലിയ വലിയ എന്തെങ്കിലുമൊക്കെ അമലുകൾ ചെയ്യണമെങ്കിൽ ഈ വ്യക്തി വരേണ്ടി വരും. അപ്പോൾ ആൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല, വലിയ ബുദ്ധിമുട്ടാണ്. ഇന്ന് നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട വിഷയം, ഒരാൾക്ക് സിഹ്റ് ബാധിച്ചിട്ടുണ്ട്, പക്ഷേ ആ ആൾക്ക് എന്തല്ല, സിഹ്റിൽ വിശ്വാസമല്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ സിഹ്റ് മാറ്റണമെന്ന് ആർക്ക് താല്പര്യമുണ്ട്? ഉമ്മാക്ക് താല്പര്യമുണ്ട്. മകൻ്റെ സിഹ്റ് ബാത്തിലാക്കണമെന്ന്, നല്ല ബ്ലോക്കാട്ടാ, നോക്കി പോയിക്കോളി. ഉമ്മാൻ്റെ ആഗ്രഹമാണ് എന്ത്? മകൻ്റെ സിഹ്റ് ബാത്തിലാക്കണം എന്ന്. ഈ ഉമ്മാക്ക് മകന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? ഒരു പനി വന്ന മകൻ മരുന്ന് കുടിക്കുന്നില്ലെങ്കിൽ ഉമ്മ നിർബന്ധിച്ച മരുന്ന് കൊടുക്കാറുണ്ട്. കാരണം പനി മാറണമെന്ന് ഉമ്മാൻ്റെ ആഗ്രഹമാണ്, ഉമ്മാൻ്റെ ആവശ്യമാണ്. ഈ മകൻ ഇനി കുറുമ്പ് കാണിച്ചാൽ ഉമ്മ മരുന്ന് കൊടുക്കും, ഭക്ഷണം കൊടുക്കും. എന്നതുപോലെ തന്നെയാണ് മക്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഉമ്മ വേണ്ടത് ചെയ്തു കൊടുക്കും. ഭാര്യ എന്തെങ്കിലും ഭർത്താക്കന്മാർക്ക് ചെയ്തു കൊടുക്കും. അപ്പോൾ ഇന്ന് നമ്മൾ സിഹ്റ് ബാധിച്ച് അതിൽ വിശ്വാസമില്ലാത്ത ആളുകളാണെങ്കിൽ അവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും എന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഈ അമല് ചെയ്യാൻ നമുക്ക് അവരെ ആവശ്യമില്ല. വിശ്വാസമില്ലാത്ത ആൾ വീട്ടിലുണ്ടാവുമല്ലോ, ഈ ആൾ അറിയാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ജഗ് വെള്ളത്തിൽ എന്ത് ചെയ്യണം? ഞാൻ ഈ പറയുന്ന സൂറത്തിലെ ആയത്ത്, സൂറത്തുൽ യൂനുസിലെ ഒരായത്താണ്, 81-ാമത്തെ ആയത്ത്. നമുക്കെല്ലാം അറിയാം, സിഹ്റ് ബാത്തിലാക്കാൻ എല്ലാ ആളുകളും ഉപയോഗപ്പെടുത്തുന്ന ആയത്താണ്. ഖാല മൂസാ മാ ജിഅ്തും ബിഹി സിഹ്ർ എന്ന് പറയുന്ന ഈ ഒരു ആയത്ത്. ഈ ഒരു ആയത്തിനെ 71 തവണ, ഈ ഒരു ആയത്തിനെ 71 തവണ വെള്ളത്തിൽ മന്ത്രിക്കുക. അതുപോലെ തന്നെ സൂറത്തുൽ ഫലക്ക് 71 പ്രാവശ്യം വെള്ളത്തിൽ മന്ത്രിക്കുക. 71 ആയത്തുൽ കുർസിയും വെള്ളത്തിൽ മന്ത്രിക്കുക. ഈ 3 കാര്യങ്ങൾ വെള്ളത്തിൽ മന്ത്രിച്ചിട്ട് ഈ വെള്ളം ആർക്കാണോ ഉപയോഗിക്കേണ്ടത്, സിഹ്റ് ബാധിച്ചത്, അവർ എന്ത് ചെയ്യുക? ഈ വെള്ളം കുടിക്കട്ടെ. അപ്പോൾ നമ്മൾ മന്ത്രിച്ച വെള്ളമാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ കുടിച്ചോളണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ വെള്ളം ഉപയോഗിച്ച് ചായ ഉണ്ടാക്കി കൊടുക്കാം, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാം, എന്ത് ചെയ്യാം? നമ്മൾ ടേബിളിൽ കൊണ്ടുപോയി വെക്കാം. നമ്മൾ ചില വീടുകളിലൊക്കെ കാണാം ജഗ്ഗിൽ വെള്ളം വെക്കുന്നത് കുടിക്കാൻ വേണ്ടിയിട്ട്. ആ വെള്ളത്തിൽ എന്ത് ചെയ്യാം? ഒഴിച്ച് വെക്കാം. എങ്ങനെയെങ്കിലും ഈ ആളുടെ വയറ്റിലേക്ക് ഈ വെള്ളം എത്തിക്കുക. അതൊരു ദിവസം 2 ദിവസം ചെയ്താൽ മാറ്റം കിട്ടില്ല, കുറച്ച് ദിവസം തുടർച്ചയായിട്ട് ചെയ്യണം. അതിലുപരി അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അള്ളാഹുവേ ഞാൻ ഈ ഓതിയ സൂറത്തിൻ്റെ ബർക്കത്ത് കൊണ്ട്, ഖുർആനിലെ ഓരോ അക്ഷരങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, അള്ളാഹുവേ ഇന്ന ആൾക്ക് സിഹ്റ് ബാധിച്ചിട്ടുണ്ട്, എൻ്റെ മകൾക്ക് സിഹ്റ് ബാധിച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ എൻ്റെ മകൾക്ക്, എൻ്റെ ഭർത്താവിന്, എൻ്റെ ഭാര്യയ്ക്ക് സിഹ്റ് ബാധിച്ചിട്ടുണ്ട്, അത് ബാത്തിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അമല് ചെയ്യുന്നത്, ഇതിൻ്റെ ബർക്കത്തുകൊണ്ട് നീ ബാത്തിലാക്കി കൊടുക്കണം അല്ലാ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഈ വെള്ളം അവർക്ക് കുടിക്കാൻ കൊടുക്കുക. ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും ഇത് കുറച്ച് ദിവസം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അവരുടെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങളൊക്കെ
അവരുടെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങളൊക്കെ തോന്നുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇൻഷാ അല്ലാ ഇതൊന്ന് ചെയ്തു കൊടുത്തു നോക്കുക. വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ആളുകൾ, നിങ്ങൾ ഒരു പക്ഷേ എല്ലായിടത്തും പോയി ചികിത്സ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ സമ്മതമില്ലാതെ പോയി ചെയ്യാനൊന്നും പറ്റില്ല. നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ ഇത് ചെയ്തു കൊടുക്കാൻ പറ്റും. ഒരു ദിവസമോ 2 ദിവസമോ ചെയ്തിട്ട് കാര്യമില്ല. ചിലപ്പോൾ ഒരു 21 ദിവസമോ 41 ദിവസമോ മുടങ്ങാതെ ചെയ്യേണ്ടി വരും. ഇൻഷാ അല്ലാ ഇതൊന്ന് ചെയ്തു നോക്കൂ. അള്ളാഹു ആർക്കാണോ സിഹ്ർ ബാധിച്ചിട്ടുള്ളത്, ഇത് കാണുന്ന എല്ലാവർക്കും സിഹ്റിൽ നിന്നും അള്ളാഹു മോചനം നൽകട്ടെ. ഇൻഷാ അല്ലാ നമ്മൾക്ക് ബാധിച്ച സിഹ്ർ, പ്രയാസം, ബുദ്ധിമുട്ടൊക്കെ അള്ളാഹു മാറ്റിത്തന്ന് നമുക്ക് വലിയൊരു സന്തോഷമുള്ള ജീവിതം അള്ളാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാ അടുത്ത വീഡിയോ പ്രവാസികളുടെ സിഹ്ർ മാറ്റാൻ വേണ്ടി അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അമലിനെ കുറിച്ച് ഇൻഷാ അല്ലാ നമുക്ക് സംസാരിക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.